നമസ്കാരം. പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ പല കാര്യങ്ങളിലും മറന്നു പോകുവാനിടയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഓർമ്മിച്ചും എഴുതി വെച്ചും കൊണ്ട് ചെയ്യുവാനൊരവസരത്തെ സ്വീകരിക്കുന്നത് എല്ലാം കൃത്യമാക്കി ചെയ്തു തീർക്കുവാൻ അവസരമുണ്ടായിത്തീരും. അല്ലാത്ത പക്ഷം ചിലർക്ക് മേലധികാരികളിൽ നിന്നും അതൃപ്തിയുള്ള വചനങ്ങൾ കേൾക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റു ചിലർക്ക് അർഹമായിട്ടുള്ള അവസരങ്ങൾ നഷ്ടപ്പെടും. വേറെ ചിലർക്ക് വാഹന അപകടത്തിന് സാധ്യതയുണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ടതായിട്ടുള്ളൊരു മാസമാണ് എന്ന് സൂചിപ്പിക്കുന്നു. മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ അവസ്ഥയിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അങ്ങനെ തന്നെയാണ്. ഈ നിയന്ത്രണങ്ങൾ ഇനിയും ഒരു വർഷത്തേക്ക് കൂടി തുടരണം എന്ന നിർദ്ദേശങ്ങൾ പല വിഭാഗത്തിൽ നിന്നും പല ദിശകളിൽ നിന്നും ഒരു സന്ദേശങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ചിലർക്കൊക്കെ തന്നെ സ്വന്തമായിട്ടുള്ള വ്യാപാര വിപണന വിതരണ മേഖല ഒഴിവാക്കി ജോലിയിൽ പ്രവേശിക്കാൻ അവസരം വന്നു ചേരും. പഠിച്ച വിഷയത്തിനോട് ബന്ധപ്പെട്ട ജോലി സാധ്യതകൾ വളരെ കുറവുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു പാഠ്യപദ്ധതിക്ക് ചേരുവാൻ പല വിദ്യാർത്ഥികളും അവസരങ്ങളെ സ്വീകരിക്കും. അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ഒരു പക്ഷേ മിക്ക ദിവസങ്ങളിൽ വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. മറ്റു ചിലർക്ക് ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ ഗൃഹത്തിലിരുന്നു കൊണ്ട് ഒരു വിഹക വീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള ജോലി വേണ്ടി വരുവാൻ യോഗം കാണുന്നുണ്ട്. ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കും മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടും നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടുള്ള കർമ്മമണ്ഡലങ്ങൾ അനുവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും തീർത്തും ഒഴിവാക്കേണ്ടതാണ്. വാഹന ഉപയോഗത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. നിയുക്ത പദവിക്ക് സ്ഥാനചലനം ഉണ്ടാകുവാനിടയുണ്ട് എന്ന സൂചനകൾ ലഭിച്ചതിനാൽ ഇനിയുള്ള തസ്തികയ്ക്ക് ഉതകുന്ന വിധത്തിൽ പാഠ്യപദ്ധതിക്ക് ഹ്രസ്വകാല പാഠ്യപദ്ധതി ആയിരിക്കാം, 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നതായിരിക്കാം. അതിന് ചേരുവാൻ യോഗം കാണുന്നതുമുണ്ട്. സുതാര്യത കുറവിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാൻ ഒരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. പക്ഷെ നടപടിക്രമങ്ങളിൽ പൂർണ്ണത കൈവന്നു ചേരുവാൻ 6-7 മാസം സ്വീകരിക്കും. പക്ഷേ ഇങ്ങനൊരു അവസരത്തെ സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ പുതിയ ആവിഷ്കരണ ശൈലി അവലംബിക്കാൻ സാധ്യത കാണുന്നു. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് സ്വല്പം വ്യതിചലനം വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് 8 മണിക്കൂറിന് പകരം 10-12 മണിക്കൂർ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാകും. വേണ്ടപ്പെട്ടവരോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ സാധ്യതയുണ്ട്. അന്യദേശത്തോ വിദേശത്തോ വസിക്കുന്ന പുത്രപൗത്രാദികൾ 1 മാസത്തിന് ശേഷം മെയ് ജൂൺ മാസത്തോടുകൂടി ജന്മനാട്ടിൽ വന്നു പോകുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി നൽകുവാൻ ധാരണയാകുവാൻ സാധ്യതയുണ്ട്. ആർഭാടങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി സാമ്പത്തികമായിട്ടുള്ള മേഖല വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി പണം കടം വാങ്ങുവാനുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറുവാൻ യോഗം കാണുന്നുണ്ട്. അനായാസേന ചെയ്തു തീർക്കേണ്ടതായുള്ള പല കാര്യങ്ങൾക്കും അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനാണ് യോഗം കാണുന്നത്. അർത്ഥപൂർണമായിട്ടുള്ള പല വിധത്തിലുള്ള ആശയങ്ങൾക്കും അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്ന് സ്വീകരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ഒരുപക്ഷെ മാർച്ച് മാസത്തിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം തന്നെ ഈ ഒരു മാസത്തിൽ ചെയ്തു തീർക്കുവാൻ അവസരം വന്നു ചേരും. അതിഥി സൽക്കാരത്തിൽ പങ്കെടുക്കുവാനും വേണ്ടപ്പെട്ടവരെ അനുമോദിക്കുവാനും അവസരം വന്നു ചേരുവാനിടയുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുള്ളത് കൊണ്ട് ഔദ്യോഗികമായിട്ടുള്ള ചുമതലകളും സ്വന്തം മേൽനോട്ടത്തിൽ വഹിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം തന്നെ
മിക്ക ദിവസങ്ങളിൽ കൂടുതൽ പ്രയത്നം വേണ്ടി വരുവാനാണ് യോഗം കാണുന്നത്. സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. ഉദര, നീർദോഷ, മൂത്രാശയ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനിടയുള്ളത് കൊണ്ട് ഭക്ഷണ ക്രമീകരണങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന പലർക്കും വിമ്മിഷ്ടമായിട്ടുള്ള ഒരവസ്ഥകളും സ്വസ്ഥതക്കേടുകളും സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് പരമാവധി അവരെ സഹായിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് പ്രാദേശികമായിട്ട് പിന്തുണ ലഭിക്കുന്നതിന് വഴി സുഹൃത്തുക്കളിൽ നിന്നും പുതിയതായിട്ട് പ്രവർത്തന ശൈലി അവലംബിക്കുന്നത് വഴി വിജയ സാധ്യതകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് പുതിയ പാഠ്യപദ്ധതിക്ക് ചേരുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വല്പം പണച്ചെലവ് അനുഭവപ്പെടുന്നതിൻ്റെ വെളിച്ചത്തിൽ ധനകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാനിടവരും. അനുഭവജ്ഞാനത്താൽ ക്ഷമിക്കാനും സഹിക്കുവാനുമുള്ളൊരു ആർജവവും കഴിവും പ്രാപ്തിയും സഹിഷ്ണുതയും എല്ലാ വിധത്തിലുള്ള വിപരീത സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനും പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ പ്രതീക്ഷിച്ചതിലുപരി എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി തീർക്കുവാൻ അവസരങ്ങൾ ഉണ്ടാകുന്നത് വഴി ആശ്വാസവും സമാധാനവും, അതിലുപരി തൊഴിൽ മേഖലകളിലും കുടുംബപരമായിട്ടും വളരെ എല്ലാ പ്രകാരത്തിലുള്ള സമാധാന അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ അവസരം വന്നു ചേരും. മക്കളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി തീർക്കുവാൻ സാധിക്കും. മംഗളകർമ്മങ്ങളിൽ സജീവമായി പ്രവർത്തിക്കാൻ യോഗം കാണുന്നുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്നും അനുകൂലമായുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ജോലിയോടൊപ്പം ഈ ഒരു മേഖല തുടരുവാൻ സാധ്യതയുണ്ട്. വിദേശത്തേക്ക് സ്ഥിരതാമസത്തിനുള്ള അപേക്ഷകൾ നൽകിയതിൽ അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും. മറ്റു ചിലർക്ക് വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനായിട്ട് വിദേശത്തേക്ക് യാത്രയ്ക്ക് വേണ്ടി അപേക്ഷകൾ നൽകിയതിലും അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാൻ ഇടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം അവസരമുണ്ടായിത്തീരും. മാതൃപിതൃ സംരക്ഷണം ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വിദഗ്ധരുടെ നിർദ്ദേശം സ്വീകരിച്ചും കൊണ്ട് സ്വയം ഭരണാധികാരം ഏറ്റെടുക്കുന്നതിനാൽ ചില കാര്യങ്ങളൊക്കെ സ്വല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ഒരു വർഷത്തേക്ക്. പക്ഷേ എന്നിരുന്നാലും ഭാവിയിലേക്ക് ഒരു മാതൃകയായി പ്രവർത്തിക്കാൻ തക്കവണ്ണം ഈ ഒരു അവസരത്തെ സ്വീകരിക്കുവാനും അത് ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ ഒരു അവസരം വന്നു ചേരും. സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ജൂൺ മാസം മുതൽ ഒരു വർഷത്തേക്ക് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ എല്ലാ പ്രകാരത്തിലും അവലംബിക്കുകയും ജോലിക്കാർക്ക് വേണ്ട വിധത്തിലുള്ള നിർദ്ദേശങ്ങളും പരിശീലനം നൽകുവാൻ അവസരം വന്നു ചേരും. വിശ്വാസയോഗ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ സാധ്യത കാണുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്താൽ പുതിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കാൻ അവസരം വന്നു ചേരും. കുടുംബത്തിൽ ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകുവാൻ സാധ്യതയുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പലപ്പോഴും ജീവിത പങ്കാളിയുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകളെ കൊണ്ട് വളരെ ആശ്വാസം വന്നു ചേരുവാൻ സാധ്യത കാണുന്നു. ഉത്തരവാദിത്വമില്ലാത്ത ജോലിക്കാരൊക്കെ പിരിച്ചുവിടുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും സ്വല്പം മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും ഇങ്ങനൊരു അവസരത്തെ സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിൽ നന്നായിരിക്കും. ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിട വരും. വാസ്തവ വിരുദ്ധമായുള്ള പല തോന്നലുകൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും അതിനെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി മാത്രമേ പ്രതികരിക്കാവൂ. അല്ലാത്ത പക്ഷം അപകീർത്തി വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദേശത്തു നിന്നും തിരിച്ചു വന്ന പലർക്കും പ്രതീക്ഷിച്ചതിലുപരി ഒരു
അവസരങ്ങൾ വിദേശത്ത് തന്നെ വന്നു ചേരുവാനിട വരും. ഇനി മുതൽ വിദേശത്തേക്ക് പോവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം പക്ഷേ സുഹൃത്തുക്കളുടെ നിർദ്ദേശത്താലും നിർബന്ധത്താലും തിരികെ പോകുവാനൊരവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. കർമ്മമണ്ഡലങ്ങൾക്ക് കാലോചിതമായുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വളരെ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയും സാമ്പത്തികമായിട്ടുള്ള നേട്ടമൊക്കെ കഴിഞ്ഞ ഒരു വർഷമായിട്ടുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ വിസ്തൃതിയുള്ളൊരു ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കും. നിലനിൽപ്പിന് അനുകൂലമായിട്ടുള്ള കർമ്മ പദ്ധതികൾക്ക് അവസരങ്ങൾ വന്നു ചേരുന്നത് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള അപാകതകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനും ഉഷ്ണരോഗപീഠകൾക്കും സാധ്യതയുണ്ട്. എന്നാൽ നിസ്സാര ചികിത്സകളെ കൊണ്ട് തന്നെ രോഗവിമുക്തി വരുവാൻ ഇടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. അസ്ഥിനാഡീ രോഗപീഠകളുണ്ടോ എന്ന സംശയത്താൽ വിദഗ്ധമായുള്ള പരിശോധനകൾ നടത്തുവാൻ യോഗം കാണുന്നുണ്ട്. ആസൂത്രിത വിഭാഗത്തിൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അവലംബിക്കുന്നത് ഗുണകരമായി തീരുവാൻ യോഗം കാണുന്നുണ്ട്. പല വിധത്തിലുള്ള തൊഴിൽപരമായിട്ടുള്ള വെല്ലുവിളികളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് തൊഴിൽ മണ്ഡലങ്ങൾക്ക് കാലത്തിനനുസരിച്ചുള്ള മാറ്റം അവലംബിക്കുവാൻ തീരുമാനിക്കുവാനിട വരും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. കീഴ് ജീവനക്കാരുടെ വിദഗ്ധമായുള്ള ക്രിയാത്മകമായുള്ള നിർദ്ദേശങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വളരെ പ്രവർത്തനക്ഷമതയോടുകൂടി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. എല്ലാവർക്കും നല്ലത് വന്നു ചേരട്ടെ, ഭവിക്കട്ടെ എന്ന് മനസ്സിൽ സങ്കല്പത്തോടുകൂടിയതായിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും ആശ്വാസത്തിനും സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും വഴിയൊരുക്കുവാൻ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കാനും പ്രവർത്തിക്കുവാനുമുള്ളൊരു കഴിവും പ്രാപ്തിയും പ്രതീക്ഷിച്ചതിലുപരി നേട്ടം കൈവരുവാനും ഒരു പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവലംബിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ചിലർക്ക് തൊഴിൽ മണ്ഡലങ്ങളിൽ പുതിയതായുള്ള ആശയങ്ങൾ അവലംബിക്കാൻ അവസരം വന്നു ചേരും. ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് വളരെ മറ്റൊരു സ്ഥാനമാറ്റത്തോടുകൂടി മറ്റൊരു ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ തക്കമുള്ളൊരു അവസരങ്ങൾ ഉണ്ടായിത്തീരും. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്ന പലർക്കും നല്ല രീതിയിലൊരു ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് സ്ഥിരം താമസത്തിനുള്ളൊരു അനുമതി ലഭിക്കുവാനും യോഗമുണ്ട്. പൊതുവെ തൊഴിൽപരമായിട്ടും കുടുംബപരമായിട്ടും പ്രതീക്ഷിച്ചതിലുപരി എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിൽ വേണ്ട പോലെ അനുഭവത്തിൽ വന്നു ചേരുന്നത് ആശ്വാസത്തിനും സമാധാനത്തിനും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കൈവരിക്കാൻ തക്കവണ്ണം പരീക്ഷ എഴുതുവാൻ സാധിക്കും. പരീക്ഷ നിരീക്ഷണങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാൻ ഇടയുണ്ട്. ഭാവനകളും സങ്കല്പങ്ങളും യാഥാർത്ഥ്യമാകുന്ന വിധത്തിൽ അവസരങ്ങൾ വന്നു ചേരും. പുതിയ വ്യവസായം തുടങ്ങുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനും അതിൽ പണം മുതൽ മുടക്കിക്കൊണ്ട് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കുന്നതുമാണ്. കാർഷികമായുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയതായിട്ടുള്ള ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാൻ യോഗം കാണുന്നു. വൈജ്ഞാനികമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. ദീർഘവീക്ഷണത്തോടുകൂടി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവലംബിക്കുവാനും അവസരങ്ങൾ വന്നു ചേരുന്നത് വളരെ ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ യോഗം കാണുന്നതുമുണ്ട്. പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്ന ധാരണയോടുകൂടി ഇനി ഒരു വർഷത്തേക്ക് എല്ലാ കാര്യങ്ങളിലും വളരെ വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് മാത്രമാണ് പണം മുതൽ മുടക്കുവാൻ തീരുമാനിക്കുന്നത്. ഇതിൻ്റെ വെളിച്ചത്തിൽ ചിലർക്കൊക്കെ തന്നെ ചില ജോലിക്കാർക്കൊക്കെ വിമുഖത ഉണ്ടാകാമെങ്കിൽ പോലും കാര്യകാരണങ്ങളെല്ലാം തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാനിട വരും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരുവാനിടയുണ്ട്. മേലധികാരികളുടെ
ചില സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കാനും പകർന്നു കൊടുക്കുവാനും അവസരം വന്നു ചേരും. ഗർഭം അലസുവാനിടയുള്ളത് കൊണ്ട് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ മെയ് മാസത്തിലും യാത്രകൾ മാറ്റിവെച്ചുകൊണ്ട് ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കഫ നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനിട വരുമെങ്കിൽ പോലും നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തിക്ക് യോഗം കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ ഇരുവരും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മാതാപിതാക്കളുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും അർദ്ധമനസ്സോടുകൂടി കഴിഞ്ഞ വർഷം ഏറ്റെടുത്ത പല കർമ്മമണ്ഡലങ്ങളിലും പ്രതീക്ഷിച്ചതിലുപരി സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു പാത തുടരുവാനുള്ള യോഗം കാണുന്നുണ്ട്. പുതിയ കരാർ ജോലികൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും വിശ്വാസയോഗ്യമല്ലാത്തത് ഒഴിവാക്കുകയും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറവുള്ള മേഖലയിൽ നിന്നും പിന്മാറുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. പലപ്പോഴും ഉത്തരവാദിത്വങ്ങൾ പാലിക്കാൻ സാധിക്കാത്തത് വഴി നിലവിലുള്ള വിഭാഗത്തിൽ നിന്നും പിന്മാറുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിക്ക് അസുഖങ്ങൾ വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് അവധിയെടുത്തുകൊണ്ട് പരിപാലിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നതിന് വെളിച്ചത്തിൽ പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുന്നതിന് യോഗം കാണുന്നു. മഹത് വ്യക്തികളുടെ വിജ്ഞാനപ്രദമായിട്ടുള്ള ആശയങ്ങളും അനുഭവജ്ഞാനങ്ങളും സ്വന്തം പ്രസ്ഥാനത്തിന് ഗുണകരമായിട്ടുള്ള രീതിയിൽ അവലംബിക്കുവാൻ ചില കാര്യങ്ങളിലെല്ലാം സഹിഷ്ണുതയും ക്ഷമയൊക്കെ വേണ്ടി വരുമെങ്കിൽ പോലും ഇങ്ങനെയുള്ളൊരവസരത്തെ സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനാണ് യോഗമുള്ളത്. വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യുവാനും ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് പഠിക്കാനുമുള്ളൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഭരണ സംവിധാനത്തിലുള്ള അപാകതകളെ പരിഹരിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന വിഷയങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. കക്ഷി രാഷ്ട്രീയ മത്സരങ്ങൾക്ക് സുഹൃത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. പൊതുവെ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായുള്ള അവസരങ്ങളും വിജയപ്രതീക്ഷകളും പരീക്ഷ നിരീക്ഷണങ്ങളും വിജയങ്ങളും കൈവന്നു ചേരുവാൻ രേവതി നക്ഷത്രക്കാർക്ക് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.